നമസ്കാരം. മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്യാം, പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവിനെ എടുത്ത് കിണറ്റിലിട്ട ഷെഫീഖ് ജാമ്യത്തിലിറങ്ങി വീണ്ടും MDMA കേസിൽ പ്രതിയായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിയെ കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ വാർത്തകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് നിലവിലെ വിവരങ്ങൾ? ആദ്യം ഞാൻ ഈ ഷെഫീഖിനെ കുറിച്ച് പറയാം. ഷെഫീഖ് തിരുവനന്തപുരത്തെ ഒരു വലിയ ക്രിമിനലാണ്. 2023 ഇവിടെ ഇയാളെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2023 മംഗലപുരം സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ കീഴിലുള്ള മംഗലപുരം സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും ഒരു യുവാവിനെ ഷെഫീഖിന്റെ അനിയൻ ഷമീറും കൂടി കടത്തിക്കൊണ്ടുപോയി. ഒരു വാഹനത്തിലാണ് കടത്തിക്കൊണ്ടുപോയത്. തുടർന്ന് ഈ യുവാവിനെ ക്രൂരമായി ഉപദ്രവിച്ചു. യുവാവിന്റെ ബന്ധുക്കൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കാറും കണ്ടെത്തി. പക്ഷേ ഷെഫീഖിനെയോ ഷെഫീഖിന്റെ സഹോദരനെയോ മറ്റു കൂട്ടാളികളെയോ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. തിരുവനന്തപുരം റൂറൽ SP ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ മംഗലപുരം പോലീസ് സ്റ്റേഷന് നിർദ്ദേശം നൽകി. പക്ഷേ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പാലിച്ചില്ല. ഒടുവിൽ SP ഷാഡോ ടീമിനെ ഇറക്കി ഷെഫീഖിനെ പിടികൂടാൻ. ഷെഫീഖിന്റെ വീട് വളഞ്ഞ ഷാഡോ ടീമിന് നേരെ 2 തവണയാണ് ഷെഫീഖും ഷെഫീഖിന്റെ കൂട്ടാളികളും ചേർന്ന് ബോംബ് എറിഞ്ഞത്. വളരെ കഷ്ടിച്ചാണ് അന്ന് ആ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അവിടെ നിന്നും കടന്നുപോയ ഷെഫീഖും കൂട്ടാളികളും ഒളിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജ്യേഷ്ഠന്റെ ആര്യനാടുള്ള വസതിയിലാണ്. അവിടെ ഒളിച്ചിരിക്കവേ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ പുതിയ വീടാണ്, അത് നിർമ്മാണത്തിൽ ഇരിക്കവെയായിരുന്നു. അദ്ദേഹം ഈ നിർമ്മാണത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഈ ഷെഫീഖും കൂട്ടാളികളും അവിടെയുണ്ട്. അദ്ദേഹം ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തെ എടുത്ത് കിണറ്റിലിട്ടു ഷെഫീഖ്. ഇതിന്റെ പേരിൽ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും 32 പോലീസ് ഉദ്യോഗസ്ഥരിൽ 31 പേരെയും അവിടെ നിന്നും റൂറൽ SP സ്ഥലം മാറ്റി. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗുണ്ടയുമായി ഉള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റുന്നത്. സ്വീപ്പർ ഒഴികെ 31 ഉദ്യോഗസ്ഥരെയാണ് അന്ന് സ്ഥലം മാറ്റിയത്. അടക്കം 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതിനുശേഷം കാപ്പ ചുമത്തി ഷെഫീഖിനെ ജയിലിൽ അടച്ചു. വിയൂർ ജയിലിൽ കിടക്കവേ ഷെഫീഖ് അവിടുത്തെ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന്റെ കൈ തല്ലി ഒടിച്ചു. ജയിൽ വാർഡന്റെ കാല് കടിച്ചു പറിച്ചു. ഇതിൽ FIR ഇട്ടു. ഇതിന് ശേഷം ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഷെഫീഖിന്റെ കാപ്പ ഒഴിവാക്കി കൊടുത്തു. ഷെഫീഖ് ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തി. പക്ഷേ കോടതിയിൽ പോലീസ് ഈ വിവരം അതായത് ഇതുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ജയിൽ വാർഡനെയും അതുപോലെ തന്നെ ജയിലറെയും ഉപദ്രവിച്ചു എന്ന അതിൽ FIR ഉണ്ട്, അതിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചില്ല. കോടതിക്ക് മുമ്പിൽ ഇവരിത് മറച്ചുവെച്ചു. അതോടുകൂടി ഷെഫീഖിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷമാണ് കഴിഞ്ഞ ആഴ്ച കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ MDMA വിപണനവുമായി ബന്ധപ്പെട്ട് ഷെഫീഖ്, ലിജിൻ, ഈ ലിജിനും ഈ സിറ്റിയിലെ MDMA പ്രമുഖ കച്ചവടക്കാരാണ്. ഇവർ 3 പേരും ചേർന്ന് MDMA കച്ചവടം നടത്തവേ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് ഇവരെ പിടികൂടുന്നത്. ഇതിനുശേഷം സാധാരണ MDMA കേസുകളിൽ പ്രതികളെ പിടികൂടുകയാണെങ്കിൽ പ്രതികളുമായി ഉടനടി തന്നെ പ്രതികളുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്താറുണ്ട്. പ്രത്യേകിച്ചും ഈ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇവരുടെ വാസസ്ഥലത്ത് MDMA ശേഖരമുണ്ടോ, അത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തേണ്ടതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്താറുള്ളത്. പക്ഷേ ഇവിടെ തെളിവെടുപ്പ് നടത്തിയില്ല. തെളിവെടുപ്പ് നടത്തിയെന്ന് പറയുന്നത് പൂവാർ സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ അവർ ഒരു ഇരുചക്ര വാഹനത്തിൽ ഷെഫീഖിന്റെ വസതിയിലെത്തി. ഒരു തെളിവെടുപ്പ് എന്ന പേരിൽ അവർ പേരിന് നടത്തി തിരിച്ചെത്തി. ഷെഫീഖിനെ അവർ കൊണ്ടുപോയില്ല. ഷെഫീഖ് അപ്പോഴും പൂവാർ സ്റ്റേഷനിൽ സെല്ലിൽ കിടക്കുകയാണ്. ഇതിനുശേഷം കോടതിയിൽ റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഷെഫീഖ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള പോലീസിന് ഷെഫീഖ് എന്ന ഗുണ്ടയെ ഭയമാണ്. അഖില, ശ്യാം, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഈ പറഞ്ഞ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അതുപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടും കേരള പോലീസിന് ഷെഫീഖ് എന്ന കുറ്റവാളിയെ എന്തുകൊണ്ടും ഭയമാണ് എന്നത് ഇതിൽ നിന്നും തീർച്ചയാണ്, അല്ലേ ശ്യാം? തീർച്ചയായും അഖില, ഈ ഷെഫീഖ് എന്ന ക്രിമിനലിനെ വലിയ തരത്തിൽ പോലീസ് ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും അയാൾക്ക് ജാമ്യം ലഭിക്കുന്നു, അയാളെ കാപ്പ ഒഴിവാക്കി കൊടുക്കുന്നു. അയാൾക്ക് വേണ്ടി കോടതിയിൽ പ്രോസിക്യൂഷൻ വഴി വാദിക്കേണ്ട കാര്യങ്ങൾ പോലീസ് തന്നെ മറച്ചുവെക്കുന്നു. ഇതൊക്കെയുള്ള ഉന്നത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ചില നേതാക്കൾക്ക് ഷെഫീഖുമായി അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയ അവർക്ക് ഷെഫീഖിനെ ആവശ്യമുണ്ട്. ഇവിടുത്തെ ചില ബിസിനസ്സുകാർക്ക്, ചില വ്യവസായികൾക്കൊക്കെ ഷെഫീഖ് എന്ന ഗുണ്ടയെ ആവശ്യമുണ്ട്. ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ 3 റോളാണ് ഷെഫീഖ് കളിക്കുന്നത്. 1 MDMA അടക്കമുള്ള രാസലഹരിയുടെ വിപണനം, 2 റിയൽ എസ്റ്റേറ്റ് വ്യവസായം, അതായത് തിരുവനന്തപുരം സിറ്റി പരിധിയിൽ അതുപോലെ തന്നെ ഈ മംഗലപുരം പരിധിയിലൊക്കെ എന്ത് വിൽക്കണം, എന്ത് വാങ്ങണം, ഏത് വസ്തു വിൽക്കണം, ഏത് വസ്തു വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഷെഫീഖും ഷെഫീഖിന്റെ കൂട്ടാളികളുമാണ്. സാധാരണ ജനങ്ങൾക്ക് ഷെഫീഖിനെ അറിയില്ല. പക്ഷേ ഇവിടുത്തെ വലിയ വ്യവസായികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ ഷെഫീഖിനെ നന്നായി അറിയാം. ഷെഫീഖ് അകത്തു പോവുകയാണെങ്കിൽ ഷെഫീഖിനെ ഇറക്കാൻ വേണ്ടിയും
ഇവിടെ ആൾക്കാരുണ്ട് അഖില? എനിക്ക് മനസ്സിലാകാത്തത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കെ ഇങ്ങനെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളി ഇങ്ങനെ വിലസുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അല്ല, എനിക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കാപ്പ എന്ന ചിത്രമാണ്. സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കുറ്റവാളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്തായാലും ശ്യാം, വിവരങ്ങൾ തന്നതിന് നന്ദി.